ടാറ്റയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അധികാരവടംവലിയോ? ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ് നിയമനത്തിൽ ടാറ്റ ട്രസ്റ്റിൽ തർക്കമുണ്ടെന്ന് റിപ്പോർട്ട്. 75 കഴിഞ്ഞവർക്ക് പദവിയിൽ തുടരാൻ ഓരോ വർഷവും ട്രസ്റ്റ് ബോർഡ് കാലാവധി നീട്ടിക്കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. മുൻ പ്രതിരോധ സെക്രട്ടറിയും 77-കാരനുമായ വിജയ് സിംഗിന് ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിൽ പുനർനിയമനം നൽകരുതെന്ന് ട്രസ്റ്റിൽ ആവശ്യമുയർന്നു. കൈയടക്കൽ ശ്രമങ്ങളുണ്ടോ? 18,000 കോടി രൂപ ചെലവിട്ട് 10 കോടി ഓഹരികൾ തിരിച്ചു വാങ്ങാൻ IT അധികായരായ ഇൻഫോസിസ്. ഇപ്പോഴത്തെ വിലയേക്കാൾ 20% കൂട്ടി 1,800 രൂപയ്ക്കാണ് ഷെയർ ബൈബാക്ക്. പൊതുനിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം ഇതോടെ കുറയും. കമ്പനിക്ക് കൂടുതൽ കരുത്തുറ്റ ഇമേജ് ലഭിക്കാനും ലക്ഷ്യമിടുന്നതാണ് നടപടി. ട്രംപ് ആഘാതത്തിന്റെ ഉത്കണ്ഠയിൽ കഴിയുന്ന ഇന്ത്യക്ക് മാരുതി സുസുക്കി മേധാവിയിൽ നിന്ന് പോസിറ്റീവ് എനർജി. ഇനിയുള്ള പല പതിറ്റാണ്ടുകളിൽ ഇന്ത്യ ലീഡെടുക്കാൻ സാധിക്കുന്ന അവസരമാണ് വരാൻ പോകുന്നതെന്ന് CEO ഹിസാഷി തക്യുചി. വലിയ ജനസംഖ്യ, മുന്നേറുന്ന സമ്പദ് വ്യവസ്ഥ, കോർപ്പറേറ്റ് അനുകൂല നടപടികൾ തുടങ്ങിയവ അനുകൂല ഘടകങ്ങൾ. സാരിയിൽ കേമന്മാരായ പോത്തീസ്, നല്ലി സിൽക്സ് തുടങ്ങിയവ പ്രാരംഭ ഓഹരി വിൽപ്പനയുമായി വിപണിയിലേക്ക്. 20,000 കോടി രൂപയുടെ IPO സമാഹരണത്തിനാണ് ഒരുങ്ങുന്നത്. ഇപ്പോൾ ഹൈദരാബാദിലെ സായി സിൽക്സ് ആണ് ദക്ഷിണേന്ത്യയിൽ സാരി വിൽപ്പനക്കാരിലെ ഏക ലിസ്റ്റഡ് കമ്പനി. സ്വർണ്ണ ഓഹരി വിപണികൾ വിലയേറ്റത്തിൽ. ട്രംപ് മെരുങ്ങുമെന്ന പ്രതീതി വന്നതോടെ ഏതാനും ദിവസമായി പച്ചകത്തി നിൽക്കുകയാണ് ഓഹരി സൂചികകൾ. ഇന്നും 0.5% കുതിപ്പ്. സ്വർണം വിലക്കയറ്റത്തിൽ ഇന്നും പുതിയ റെക്കോർഡ് വിളക്കി ചേർത്തു. പവന് 560 രൂപ കൂടി 81,600. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.